സ്വന്തം വ്യക്തിത്വം നേടിയെടുക്കാനും അതോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എന്നാശ്വസിക്കാനുമുള്ള ആകാംക്ഷയാണ് സ്വീകാരത്തിൻ്റെയും നിഷേധത്തിൻ്റെയും പിന്നിൽ വർത്തിക്കുന്നത്. ഇത് വിരുദ്ധഭാവങ്ങളാണെന്ന് തോന്നാം. പക്ഷേ പിറന്നു വീഴുന്ന നിമിഷം തൊട്ട് പൊരുതിയും സമരപ്പെട്ടും ഈ ദ്വന്ദ്വഭാവങ്ങൾ മനുഷ്യചേതനയിൽ കുടികൊള്ളുന്നു. കാൽവിരലിൽ അമ്മിഞ്ഞ് തിരയുമ്പോൾ തന്നെ പിള്ളത്തൊട്ടിലിൻ്റെ അഴികൾക്കിടയിലൂടെ കാണുന്ന ലോകവുമായി ശിശു തന്നെ താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഞാൻ എന്ന ഭാവമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഘടകങ്ങളിലൊന്ന്. തീപ്പന്തങ്ങളുടെ വെളിച്ചത്തിൽ മലമ്പാതകൾ താണ്ടി വരുന്ന ചാവാളിക്കാലികൾക്ക് ഔദ്യോഗിക അംഗീകാരത്തിൻ്റെ അടയാളം കുത്തുമ്പോൾ ഏത് തരത്തിലുള്ള മരണം എന്ന തിരഞ്ഞെടുപ്പിനെ പറ്റി ആലോചിക്കേണ്ടതില്ല. കാരണം അക്കൂട്ടത്തിൽ ഞാനില്ല, അവരേയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ. പക്ഷേ ഞാനും ഞങ്ങളും ചേർന്നതാണല്ലോ മനുഷ്യ സമൂഹം. ഞാനായി നിലനിൽക്കാനും ഞങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാനും കഴിയുന്നതാണ് അഭിമാനാവഹമായ സ്വാതന്ത്ര്യം. നാം എല്ലാം സ്വതന്ത്രരാണെന്നല്ലേ പാടിക്കേൾക്കുന്ന പാട്ടുകളെല്ലാം തന്നെ പറയുന്നത്.